നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ട്രീയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മധുരമുള്ള വിശേഷങ്ങളുമായ ഒരു അതിഥിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ന്യൂസ് ട്രീയിൽ സംരംഭകരെ ഉൾപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഓരോ സ്ത്രീക്കും, ഇത് കാണുന്ന പ്രേക്ഷകർക്കും പ്രചോദനമാകുന്ന അവരുടെ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇന്നും അങ്ങനെ ഒരു അതിഥിയാണ്. ജീവിതം പല പ്രതിസന്ധികൾ മുന്നിലേക്ക് ഇട്ടിട്ടും അതൊക്കെ നീന്തിക്കയറി ഇന്ന് സ്വന്തമായി 4 ബ്രാൻഡഡ് കേക്ക് ഷോപ്പുകൾ സ്വന്തമായിട്ടുള്ള ആരതി സുബിനാണ് നമുക്കൊപ്പം ചേരുന്നത്. ബാക്കി വിശേഷങ്ങൾ ആരതി പറയും. ആരതി, സ്വാഗതം ന്യൂസ് ട്രീയിലേക്ക്. വലിയ സന്തോഷം. ആ സന്തോഷത്തിന് കാരണം പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ അത് പറഞ്ഞു തുടങ്ങാം നമുക്ക്. അതെ, ഒരുപാട് സന്തോഷമുണ്ട് ന്യൂസ് ത്രീയിലോട്ട് വിളിച്ചതില്. റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞോളൂ. കേൾക്കാം. റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞോളൂ. അതെ, നമ്മുടെ അർസുവിന്റെ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇപ്പൊ കിട്ടിയേക്കുന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. അപ്പൊ അത് കിട്ടിയേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ 4 ബ്രാൻഡഡ് കേക്ക് ഷോപ്പ് തുടങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്നുള്ള ഒരു സെക്ഷനിലാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത് എന്റെ മാത്രം ഒരു അച്ചീവ്മെന്റ് അല്ല, നമ്മുടെ ഒരു ടീമുണ്ട്, ടീം അർസു. അപ്പൊ എല്ലാവരുടെയും ഒരു അച്ചീവ്മെന്റ് ആണ്. പിന്നെന്താ പറയാ, നമ്മളെ അന്ന് തൊട്ട് ഇപ്പൊ ഒരു 5 വർഷമായി ഞാൻ ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ട്. 5 വർഷമായിട്ട് കൂടെ നിന്ന് നമ്മുടെ ലോയൽറ്റി കസ്റ്റമേഴ്സിന്റെ ആയാലും എല്ലാവരുടെയും ഒരു അച്ചീവ്മെന്റ് ആണ്. സന്തോഷമുണ്ട് ഒരുപാട്. ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകും, എന്താണ് ഈ അർസു എന്നുള്ളത്. അപ്പൊ അതും കൂടി പറയണം. പ്രണയ വിവാഹം, ആ കാര്യം പറയണം. അതിനുശേഷം, വിവാഹത്തിന് ശേഷം ഒരു ബിസിനസ് എന്നതിലേക്ക് എങ്ങനെയാണ് വന്നത്, തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറയൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ ഡയറക്റ്റ്. അപ്പൊ അതിൻ്റെതായ കുറെ ടെൻസ്റ്റാണ് ഞാൻ. എന്താ പറയാ, അർസു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരതി സുബിൻ, അതിന്റെ ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് യോജിപ്പിച്ചിട്ടുള്ള പേരാണ് അർസു. സുബിൻ എന്റെ ഹസ്ബൻഡാണ്. അപ്പം ഒരുപാട് വർഷത്തെ പ്രണയത്തിന് ശേഷം ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഞങ്ങളുടെ. അപ്പൊ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് സത്യം പറഞ്ഞാൽ വരുന്നത്. അപ്പം ഞാന് എല്ലാരെയും പോലെ തന്നെ നമ്മൾ എന്താ പറയാ, ഡിഗ്രി കെമിസ്ട്രി എടുത്തു. അതിനുശേഷം PG MA സോഷ്യോളജി ചെയ്തു. പിന്നെ ഡിപ്ലോമ കമ്പ്യൂട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം PSC പഠനമൊക്കെ ആയിട്ട് പോയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എന്താ പറയാ, എന്റെ ഒരു പാഷനെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഈ അർസു എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലോട്ട് എത്തിപ്പെട്ടത്. നമുക്ക് അർസു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഷോപ്പുകളാണ്. നമുക്ക് 4 കേക്ക് ഷോപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. അഞ്ചല്, പുനലൂര്, കരവാളൂരൊക്കെ ആയിട്ട് 4 ഷോപ്പുകളാണുള്ളത്. ശരി, കാശുണ്ടെങ്കിൽ, അപ്പൊ ആളുകൾ കേട്ടോണ്ടിരിക്കുമ്പോൾ വിചാരിക്കും കാശുണ്ടെങ്കിൽ 4 അല്ല 5 അല്ല എത്ര വേണമെങ്കിലും തുടങ്ങാമെന്ന്. പക്ഷെ അങ്ങനെ അല്ല. ആരതിയുടെ പ്രത്യേകത തന്നെ അതാണ്. കയ്യിലുണ്ടായിരുന്ന, അല്ലെ, ആകെ ആദ്യത്തെ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്വന്തം വെള്ളിക്കൊലുസാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ കാര്യമാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ മറികടന്ന 4 ഷോപ്പ് എന്നുള്ള ആ ഒരു റെക്കോർഡിലേക്ക് എത്തിയത്. ആ യാത്രയെ കുറിച്ച് പറയൂ. അതൊരു വലിയ യാത്രയാന്ന് തന്നെ പറയാം. അതായത് ഇപ്പൊ ന്യൂസ് പേപ്പറിലൊക്കെ വന്നപ്പോ ചില കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു, വെള്ളിക്കൊലുസിന് പകരം ഒന്ന് സ്വർണ്ണക്കൊലുസാക്കി കൂടായിരുന്നു. ആക്ച്വലി സത്യമാണ് കേട്ടോ. നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മുടെ കയ്യിൽ അന്ന് സ്വർണം കൊടുത്ത് പണയം വെക്കാൻ സ്വർണം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ആ കയ്യിലിരുന്ന് എന്താണോ സമ്പാദ്യമായിട്ടുള്ളത്, വെള്ളിയാണെങ്കിൽ വെള്ളി, അത് കൊടുത്ത് കയ്യിലിരുന്ന് കുറച്ച് എമൗണ്ടും കൂടെ സ്വരൂപിച്ച് ഒരു 1200 രൂപയ്ക്കായിരുന്നു നമ്മൾ ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പൊ അതിലോട്ട് ഇറങ്ങി തിരിച്ച സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുക്കിങ്ങിനോട് പണ്ടേ ഒരു പാഷൻ ഉണ്ട്. അപ്പൊ ആ കുക്കിങ് പതിയെ പതിയെ കേക്ക് ഡെസേർട്ടിലോട്ടും ആയി. അപ്പൊ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ഒന്നിനും ഇല്ല. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് PSCയുടെ പഠനമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ പതിയെ ഈ പറഞ്ഞ അർസു എന്നൊരു പേര്, ബ്രാൻഡ് അർസു എന്നൊരു പേര് ആക്ച്വലി പണ്ടൊക്കെ വളരെ സീക്രട്ട് ആയിട്ട് കൊണ്ടുവരുന്ന പേരാണ്, എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. പക്ഷെ ആ ബ്രാൻഡിൽ തന്നെ, ആ പേരിൽ തന്നെ തുടങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഇതിലൂടെ ഞാൻ നോക്കുന്ന ഒരു ഇമോഷനാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും തുല്യമായിട്ടുള്ള ഒരു എഫേർട്ടാണല്ലോ ആദ്യം തുടങ്ങുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അർസു എന്നൊരു ബ്രാൻഡിട്ട് കേക്കുകൾ ചെയ്ത് സെയിലൊക്കെ തുടങ്ങി. അപ്പൊ ഇത് തുടങ്ങാൻ കയ്യില് ഒട്ടും തന്നെ കാശില്ലായിരുന്നു. അത്രയും നമ്മളെ സിറ്റുവേഷൻ വളരെ പതറ്റിക് ആയിരുന്നു ആ ഒരു ടൈമില്. അപ്പൊ ആ സമയത്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ എന്താണ് ഒരു സൊല്യൂഷൻ, അതാണ് ചിന്തിച്ച്. അപ്പൊ കയ്യിലിരുന്ന് ഈ ഒരു വെള്ളിക്കൊലുസ് പണയം വെച്ച്
സോറി പണയം വെക്കുകയല്ല, അത് കൊടുത്ത് അതിന്റെ കൂടെ കുറച്ച് പൈസയും കൂടെ ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പറയാ. അപ്പൊ ചിന്തിക്കും 1200 രൂപയ്ക്ക് എങ്ങനെ കേക്ക് ചെയ്യാൻ പറ്റും. അത് എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. നമുക്ക് ചെറിയ എമൗണ്ടിൽ നിന്നായാലും ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആ സമയത്ത് ഞാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ഓവനില്ല, ഈ ടേൺ ടേബിൾ ഇല്ല, ഐസ് ലൈഫ് ഇല്ല, ഒന്നുമില്ല, ക്രീം അടിക്കുന്ന ബീറ്റർ ഇല്ല. പക്ഷെ എങ്കിലും എനിക്കത് ചെയ്യണം, അതിൽ അത്രയും പാഷൻ ആയതുകൊണ്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 50 കേക്ക് വിറ്റിട്ടായിരുന്നു ആദ്യത്തെ ഓവനൊക്കെ മേടിച്ചിരുന്നത്. പിന്നെ അത് കണക്ക് തന്നെ ബീറ്റർ ആണെങ്കിലും എല്ലാം ആദ്യത്തെ ഒരു 3 കേക്കിന്റെ സെയിലിന് ശേഷമാണ് മേടിച്ചിരുന്നത്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് നല്ല രീതിയിലൊന്ന് വന്ന് നമ്മുടെ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും ഒക്കെ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓർഡേഴ്സ് ഒക്കെ വന്നിരുന്നപ്പോഴാണ് ഈ ഒരു ജോലിയുടെ അവസരം ബീഫ് ഫോറസ്റ്റ് ഓഫീസറിന്റെ വന്നത്. അപ്പൊ എനിക്കൊരു എന്താ പറയാ, ലൈഫിൽ അതിനൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. കാരണം നമ്മൾ രണ്ടിലും കൂടെ ചേർന്നിട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല, അതും ഇതും കൂടെ. അപ്പം എന്റെ പാഷനും എന്റെ കുഞ്ഞിലെ തൊട്ടൊരു ഡ്രീം എന്ന് പറഞ്ഞാലും പലർക്കും അറിയാം, എന്റെ ഫാമിലിക്കും അറിയായിരിക്കും, എന്തെങ്കിലുമൊക്കെ സംതിങ് ചെയ്യണം. ഒരു ജോലിയായിട്ട് ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന്, ജോലി നല്ലത് തന്നെയാണ്, ഒരിക്കലും ഞാൻ അതിനെ മോശമെന്ന് പറയല്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരിടത്തിരുന്ന് വർക്ക് ചെയ്യുന്നതിലുപരി എന്തെങ്കിലും സംതിങ് ഞാൻ കാരണം ഒരു 4 ആൾക്കെങ്കിലും ഗുണം ഉണ്ടാകുന്ന കണക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പ്ലസ് എന്റെ പാഷനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതല്ലേ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത് ആ ഒരു തീരുമാനം എടുത്തു. ഞാൻ തുടങ്ങി വെച്ച് എന്റെ ബ്രാൻഡ്, അത് എന്റെ ആദ്യത്തെ കുഞ്ഞായിട്ടാണ് ഞാൻ അസുവിനെ കാണുന്നത്, അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും നമ്മളിത് ആരെയും അധികം അറിയിച്ചിട്ട് കൂടിയില്ല. കാരണം എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്നപ്പോൾ എന്തോ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം നല്ല രീതിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് ഇത് വരുമ്പോൾ എല്ലാവരുടെയും ചോദ്യങ്ങൾ വരുമല്ലോ. അത് കാരണം കുറെ ഞാൻ അവിടെ ഒന്ന് ഇടപെടുകയാണ്. എനിക്കത് കേട്ടപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണം പ്രേക്ഷകരോടെന്ന് തോന്നി. കാരണം ആരതിയോട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. വേറൊന്നുമല്ല, 1200 രൂപ കൊണ്ടൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ചെറുതിലെ തൊട്ടുള്ള സ്വപ്നം അതിലേക്ക് ആ 1200 രൂപയും കൊണ്ട് നടന്നു കയറുകയാണ്. അതിനുശേഷം അതിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുമ്പോൾ, അതിങ്ങനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സർക്കാർ ജോലിക്കുള്ള അവസരം വരികയാണ്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നതാണ് പറയുന്നത് ആരതി. കാരണം എല്ലാവരും പറയും എന്തൊരു അഹങ്കാരമാണ്, ആ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെയുള്ള പല സൈഡിൽ നിന്നുള്ള വലിയ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ആരതിക്ക്. അതുകൊണ്ടാണ് അവിടെ ദേഷ്യം വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സർക്കാർ ജോലി വേണോ ഇത് വേണോ എന്നൊന്നും ആരതി ചിന്തിക്കുന്നില്ല. എനിക്കിത് മതി എന്നുള്ള തീരുമാനം അന്നേ മനസ്സിലുണ്ടായിരുന്നു അല്ലേ? അതെ. എന്നിട്ട് തുടർന്ന് പറഞ്ഞോളൂ. അപ്പൊ ആ ടൈമിൽ എന്റെ സപ്പോർട്ടായിട്ട് നിന്നത് ഹസ്ബൻഡ് ആണ് കേട്ടോ. അതെ, ആ സമയത്ത് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ ബ്രദർ ഉണ്ട്, ബിപിൻ ചേട്ടൻ, ആളും എന്റെ കൂടെ ആ ടൈമിൽ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതൊന്നും കേൾക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ചുറ്റുപാട് ഇത് നമ്മൾ എന്താ പറയാ, നമ്മൾ ആ ചെയ്യുന്ന വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ ബ്രാൻഡിനെ വളർത്തണം, എന്റെ പാഷനിലോട്ട് എത്തണം, ഞാൻ ആഗ്രഹിക്കുന്ന കണക്ക് എനിക്ക് ഒരുപാട് ജീവിതങ്ങളിലോട്ട് എത്തണം എന്നൊരു ആശയം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഒരുപാട് പിന്നെയും അതിനിടയ്ക്കും ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞായപ്പോഴും പ്രതിസന്ധികളായിരുന്നു. കാരണം ഈ പറഞ്ഞ കണക്ക് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം ഒന്ന് ഈ പാഷൻ, രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ വേണം അല്ലെ, മൂന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉള്ളിലൊരു ആഗ്രഹം കുറച്ച് ആൾക്കാരിലോട്ട് ഇത് എത്തണം, കുറച്ച് പേർക്ക് ജോലി കൊടുക്കണം, പ്രത്യേകിച്ച് വനിതകൾക്ക്. അങ്ങനെ മുന്നോട്ട് പോയപ്പോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ പ്രതിസന്ധികളൊക്കെ വന്നാലും അത് തരണം ചെയ്യാനുള്ളൊരു മനക്കെട്ടി എനിക്ക് എങ്ങനെയോ ദൈവം തന്നു. കാരണം നെഗറ്റിവിറ്റീസും പോസിറ്റീവ് എല്ലാം ഉണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ കുഞ്ഞായ സമയത്ത് പോലും എനിക്ക് കുറെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. കാരണം സി സെക്ഷൻ ഒക്കെ ആയിരുന്നു. അവിടെ എന്റെ വീട്ടിൽ നിന്ന സമയത്ത് പോലും അവിടുന്ന് അതൊന്നും അവരുടെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ അവിടെ റീസ്റ്റാർട്ട് ചെയ്തു എന്റെ ബേക്കിങ്. അപ്പൊ ഈ 4 ഷോപ്പ് ഇപ്പൊ ഈ പറയുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അഞ്ചല തന്നെ. അത് പൂട്ടിപ്പോയായിരുന്നു. അതും ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു. അതെന്റെ ഡെലിവറി സമയത്തായിരുന്നു. അപ്പൊ ആ ടൈമിൽ കൊറോണ വന്നപ്പോ ആ ഷോപ്പ് പൂട്ടുകയും അതിനുശേഷം എന്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ എനിക്കിത് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഉള്ളിലെപ്പോഴും റീസ്റ്റാർട്ട്, കാരണം നമ്മളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടു പോകുമല്ലേ. അങ്ങനെ സി സെക്ഷൻ ആയിരുന്നു. പിന്നെ കുറെ കോംപ്ലിക്കേഷൻസ് എന്റെ ഡെലിവറിക്ക് ഉണ്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ എന്താ പറയാ ഉണങ്ങിയിട്ടില്ലായിരുന്നു. എങ്കിലും ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അവരത് പറയുന്നതിന് കാരണം ഉണ്ടെങ്കിലും നമുക്കറിയാലോ നമ്മുടെ ഉള്ളിലെ തീ എന്താന്നുള്ളത്. മുന്നോട്ട് തന്നെ പോയി. അപ്പൊ അവിടെ തടസ്സം വന്ന കാരണം നമ്മൾ വേറൊരു കുഞ്ഞു വീടെടുത്തു.
ആ കുഞ്ഞ് വീട്ടിലോട്ട് മാറിയിട്ടായിരുന്നു ഒരു വർഷക്കാലം അർസുവിന്റെ എന്താ പറയാ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ആ കുഞ്ഞു വീട്ടില് ഞാനും എന്റെ 2 മാസമായ എന്റെ കുഞ്ഞും പിന്നെ ഹസ്ബൻഡും മാത്രമായിരുന്നു. ഹസ്ബൻഡ് അപ്പോഴും വേറെ ബിസിനസ് ആയിരുന്നു ആൾക്ക്. പക്ഷെ എന്താ ആ ഒരു വർഷം എങ്ങനെ പോയെന്നറിയില്ല. കാരണം മാക്സിമം സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്താ നമ്മുടെ പോസ്റ്റുകൾ ഇടാനും കുറെ കസ്റ്റമേഴ്സുമായിട്ട് ഫീഡ്ബാക്ക് എടുക്കാനും പഠിക്കാനും ഒരുപാട് പഠിക്കാനും ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബേക്കിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാനും തുടങ്ങി. അപ്പം അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. അപ്പൊ ആ ഒരു വർഷക്കാലത്ത് ഞാൻ തീരുമാനിച്ചാണ് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആസ് യൂഷ്വൽ ഹോം ബേക്കർ ആയിട്ട് ഇരിക്കാം, നല്ലതാണ്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം കുറച്ചുകൂടെ വലുതാണ്. ഞാൻ ഈ ഹോം ബേക്കർ ആയിട്ട് കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ചെലവ് കുറവാണ്. എനിക്ക് തൊഴിലാളികൾ എടുക്കേണ്ട ദിവസം ഒരു 15 കേക്ക് ഓർഡേഴ്സ് വരും, അത് ചെയ്തു കൊടുക്കാം, അതിന്റെ പ്രോഫിറ്റ് എനിക്ക് കിട്ടും. പക്ഷേ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പായിട്ട് തുടങ്ങാം. അങ്ങനെയാണ് അഗസ്തിക്കോടത്തെ ആദ്യത്തെ ഷോപ്പ് തുടങ്ങുന്നത്. അങ്ങനെ ആ ഷോപ്പ് തുടങ്ങി. ആ ഷോപ്പ് തുടങ്ങാനും ഈ പറഞ്ഞ കണക്ക് കാശൊക്കെ ടൈറ്റ് ആയിരുന്നു. നമ്മള് അപ്പോഴും ഈ ചെലവും കാര്യങ്ങളും അടവുകളും എല്ലാം നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ തന്നെ സപ്പോർട്ടൊക്കെ ആ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രി വ്യവസായ വകുപ്പിൽ നിന്നൊക്കെ. ആ സപ്പോർട്ട് കാരണം നമ്മൾ അവിടെ ഷോപ്പ് ഇട്ടു. അതിനുശേഷം പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് പുനലൂരാണ് എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പുനലൂരാണ്. അഞ്ചല ഹസ്ബൻഡിന്റെ സ്ഥലമാണ്. പുനലൂർ ഷോപ്പ് ഇട്ടു, പിന്നെ കരവാളൂർ ഇട്ടു, പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റില് അഞ്ചല തന്നെ കോളേജ് ജംഗ്ഷനിൽ ഇട്ടു. അടിപൊളി. ഞാൻ കൈയടിക്കുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ കൈയടിക്കുന്നുണ്ട്. കാരണം അത്രയും ഇൻസ്പയറിംഗ് ആണ് ആ സ്റ്റോറി. പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം വരാവുന്ന എല്ലാ പ്രതിസന്ധികളും ആരതിക്കുണ്ടായി. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ നേരത്തെ പറഞ്ഞൊരു ബ്രേക്ക് ആയത് കുഞ്ഞുണ്ടായപ്പോഴാണ്. ആ പ്രതിസന്ധി ഘട്ടം അതും ഗംഭീരമായിട്ട് തരണം ചെയ്തു. ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യ ഇതിലേക്ക് ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ആരതി പറഞ്ഞതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി കുഞ്ഞിനെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇതിനിടയിൽ. അപ്പം ഞാൻ ഷോപ്പിൽ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് നമ്മൾ തുടങ്ങാതിരിക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഐഡിയാസ്, അതൊന്നും ശരിയല്ല, നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഒരുപാട് പേരോട് ആരതി പറയുന്നുണ്ട്. ആ അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? കുഞ്ഞിനെ നോക്കിയതിനെ കുറിച്ചൊന്ന് പറയാമോ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് ഓരോ പ്രതിസന്ധികൾ വരും, നല്ല കാലം എല്ലാം വരും. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മയും പോലെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞല്ലേ. പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മൾ തുടർന്ന് വെച്ച ഒരു ബിസിനസ് ഉണ്ട്, അതാണ് ആദ്യത്തെ എന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ. അത് നമുക്ക് കളയാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞ് ജനിച്ച് കട തുടങ്ങിയപ്പോഴും എനിക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കാൻ അന്ന് ആ സമയത്തും അത്ര അങ്ങോട്ട് കമ്പൈൻഡ് അല്ല ഫാമിലി ആയിട്ട്. സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു റൂം കുഞ്ഞിനെ എന്ന് വെച്ചാൽ ഫീഡ് ചെയ്യാനും അതിനുശേഷം കേക്ക് ചെയ്യാനും. ആക്ച്വലി അന്നത്തെ ആ കട തുടങ്ങിയിട്ട് പോലും ആദ്യത്തെ ഒരു വർഷം ഞാൻ തന്നെ ആയിരുന്നു ബേക്കർ. ഇപ്പൊ നമുക്ക് നിലവിലെ 4 ബേക്കറുണ്ട്. പക്ഷെ അന്ന് അങ്ങനല്ല, ഞാൻ തന്നെ കേക്ക് ചെയ്യും. ഇപ്പൊ നമ്മുടെ കേക്കിന് നമുക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, ലൈവ് കേക്കാണ്. ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേക്ക് ചെയ്യുന്നത്, കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട് പോവാം. അപ്പൊ ഞാനിന്ന് ചെയ്യുമ്പോൾ പലരും വന്ന് നല്ലതായിട്ട് തന്നെ എൻകറേജ് ചെയ്തിട്ടുള്ളവരും ഉണ്ട്, അതേസമയം കളിയാക്കിയിട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പോകുന്നവരെല്ലാം കാണുവാണ്. രാത്രി വെളുപ്പിന് 1 മണിക്കും എല്ലാം ഷോപ്പ് തുറന്നു വെച്ച് ചെയ്യുക. കാരണം എനിക്ക് കേക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കണം, അവളെ ഫീഡ് ചെയ്യണം, പിന്നെ വന്ന് കേക്ക് ചെയ്യണം. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല, ചെയ്തോണ്ടിരുന്നു. കുഞ്ഞ് വന്നത് എനിക്ക് സന്തോഷമാണ്. അവള് വന്നപ്പോഴാണ് കുറച്ചുകൂടി എനർജറ്റിക് ആയത്. അപ്പോൾ അവളെ നോക്കണം, അവളെ ഉണ്ടായതുകൊണ്ട് തന്നെ അവള് കുറച്ച് വായാടിയായിരുന്നു കുഞ്ഞിന്. എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വർക്കിൽ അപ്പൊ കൂടുതൽ ഫോക്കസും ചെയ്യും, അവളെ നോക്കും. പക്ഷെ ഫുൾ ഒരു എനർജറ്റിക് മോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് കുഞ്ഞ് വന്നതിലൂടെ സാധിച്ചു. അപ്പൊ അവളെ നോക്കാൻ വേണ്ടിയിട്ടായാലും നമുക്ക് എന്താ കൂടുതൽ ബിസിനസ് വളർത്താനൊക്കെ ഉഷാറായതും ഒക്കെ മോള് വന്നതിന് ശേഷമാണ്. മനസ്സിലൊരു തീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ തീയിൽ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലുണ്ടായിരുന്നതാണ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നില്ല, എനിക്ക് 2-3 പേർക്കെങ്കിലും ജോലി കൊടുക്കണം എന്ന ആ ഒരു ലക്ഷ്യം. അതിലേക്കും എത്തി. ഇപ്പൊ എത്ര പേര് താങ്കളുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു 30-32ഓളം പേരുണ്ട് നിലവില്. അത് കൂടാതെ ഇപ്പൊ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. സീസൺ ക്രിസ്മസ് ആണ് വരുന്നത്. അപ്പം എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇത്രയും പേർക്ക്, കുറച്ചു പേർക്കായാലും നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ അവരുടെ വീട്ടിലൊരു അംഗം പോലായില്ലേ. അവരുടെ വീട്ടിലൊരു വക അവർ എന്നെ കൊണ്ടായി. പക്ഷെ എനിക്കിതല്ല, ഇതിൽ ഒതുങ്ങുന്നതല്ല എന്റെ ആഗ്രഹം. ഇനിയും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം, ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ അർസൂസ് കേക്ക് ബേക്കിംഗ് അല്ലെങ്കിൽ ബേക്കിംഗ് രംഗത്തേക്ക് ഇപ്പൊ അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതൊരു പരസ്യം പോലെ അങ്ങ് പറയുകയാണ്. ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ശക്തിയായിട്ടുള്ള ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുക അല്ലേ. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. ആദ്യമൊക്കെ ഈ അറിയുന്നവരെ അല്ല ഒപ്പം നിർത്തിയതിന് ശേഷം പഠിപ്പിച്ച് അവരെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന ആ കഥയും കൂടി പറയും. അതെ, ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഹോം ബേക്കറായിട്ട് തന്നെ ഇപ്പോഴും കേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ആഗ്രഹമല്ല. നമ്മള് ബിസിനസ്സാണ്. അപ്പൊ ബിസിനസ്സോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊന്നെങ്കിൽ നമ്മുടെ വർക്ക് നമുക്ക് തന്നെ ചെയ്യാം, അല്ല നമ്മുടെ വർക്കിനെ ഡെലിഗേറ്റ് ചെയ്ത് മറ്റുള്ള സ്റ്റാഫ്സിനെ എടുത്ത് അവർക്കൊരു തൊഴിൽ കൊടുത്ത് അവരെ വളർത്തിയെടുക്കാം. അപ്പൊ ഞാൻ ആ സെക്കൻഡ് സ്റ്റെപ്പാണ് എപ്പോഴും നമ്മുടെ ഒരു ഷോപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് 5 വർഷമായെങ്കിലും എന്താണോ നമ്മൾ അന്ന് ചെയ്ത ആ റെസിപ്പി, ആ ഒരു ഇൻഗ്രീഡിയൻസ്, ഇതെല്ലാമാണ് ഏതൊക്കെ പ്രൊഫഷണൽസ് വന്നാലും ഇനി പുതിയ ആൾക്കാർ വന്നാലും അവർ ഫോളോ ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. പിന്നെ അത് കൂടാതെ ബേക്കർ അല്ലാത്ത ആൾക്കാര്, കിച്ചൺ ഹെൽപ്പർ, കിച്ചൺ സ്റ്റാഫ്, ഇവരെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ഡെസേർട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എല്ലാം പഠിപ്പിച്ച് അവർക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് കൊടുക്കും. ഇപ്പം ITA പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ തന്നെ പ്ലേസ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, നിലവിൽ ട്രെയിനിങ്ങിനായിട്ട് വരുന്നവരുണ്ട്. അപ്പം അതാണ് മെയിൻ ഒരു സന്തോഷം. നമ്മൾക്ക് അവരെ പഠിപ്പിച്ച് അവരെ വളർത്തിയെടുക്കലാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ചെയ്ത് അപ്പുറത്ത് കൊടുത്ത് അങ്ങനെയല്ല. അങ്ങനെ വന്നാൽ നമുക്ക് വളരാൻ പറ്റില്ല. എന്റെ ആ ഒരു ആശയം മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ അതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞത്. ശരി, എന്തായാലും ഒരു സംരംഭകയോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കാൻ പോകുന്നത്. കാരണം അത് ഒരു പ്രചോദനമാകുന്നതായിരിക്കുമെന്ന് വിചാരിച്ചാണ്. 1200 രൂപയിൽ തുടങ്ങിയ ആ സംരംഭം ഇപ്പോൾ എത്ര ഏണിംഗ് ഉള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ഒരു മാസ വരുമാനം, കാരണം ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, ബാക്കിയുള്ള ചെലവുകളുണ്ട്, അതെല്ലാം ഇരിക്കട്ടെ, എങ്കിലും നമുക്കിപ്പോൾ എത്ര ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു മാസം? അത് ഞാൻ ഏണിങ്സിനെ പറ്റിയിട്ടൊന്നും പറയാൻ ആളല്ല. കാരണം ഏണിങ്സിനപ്പുറം എനിക്കിവിടെ ഏൺ ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഒരു കൂട്ടം ആൾക്കാരെയാണ്, അവരുടെ ഫാമിലീസിനെയാണ്, അവരുടെ ഒരു സ്നേഹമാണ് എനിക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനപ്പുറം വരുമാനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മുന്നോട്ട് പോകാനുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് വളരാൻ പറ്റില്ല. നമ്മൾ വളരുമ്പോൾ ടീമായിട്ടാണ് ഞാൻ വളരാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഒരാളുടെ മാത്രം ഒരു പ്രവൃത്തിയല്ല. ഇപ്പൊ ഞാൻ മാത്രം ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നിട്ട് ഇത്ര 4 ഷോപ്പ് തുടങ്ങാൻ പറ്റില്ല. അതിന്റെ കൂടെ ടീമായിട്ട് നിൽക്കുന്ന നമ്മുടെ അർസു ടീം ആയാലും, നമ്മുടെ കൂടെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് ആയാലും, നമ്മുടെ HR ആയാലും, മാനേജേഴ്സ് ആയാലും, എല്ലാവരും ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം നോക്കുന്ന ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് പേരിലോട്ട് നമുക്ക് എത്തണം, അവർക്കും ഒക്കെ ജോലി കൊടുക്കാൻ കഴിയണം എന്നൊരു ആശയമാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അത് പൈസയ്ക്ക് അതീതമാണ്. എനിക്ക് പൈസയല്ല മെയിനായിട്ട്, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വേണ്ടതെന്നാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞില്ലേ ശക്തിയായ സംരംഭകർ, ആക്ച്വലി നമ്മൾ അവിടെ ഒരു ചേച്ചി സിസ്റ്റർ ബ്രദർ ബോണ്ടാണ് എല്ലാവരും, അല്ലെ സിസ്റ്റർ ബോണ്ടാണ്. ഒരു ചേച്ചി, എല്ലാവർക്കും ഒരു ചേച്ചിയാണ്. എന്റെ അനിയന്മാര്, അനിയത്തിമാര്, പിന്നെ ചേച്ചി, അല്ലാതെ എനിക്ക് മുതിർന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഒരു വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മള് വഴക്ക് പറഞ്ഞ് പണി ഏൽപ്പിക്കുന്നതിനപ്പുറം കുറച്ചൊരു ഹാപ്പി ഫീലിങ്ങോട് കൂടി ഒരു വീട്ടിലൊരു ഹോംലി ഫീലിംഗിൽ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിന് നമുക്ക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സിസ്റ്റം കാരണം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്, ഫുഡിന്റെ മേഖലയാണിത്. സോ അതിനൊക്കെ സിസ്റ്റവും റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ നോക്കൂ, ഈ പറഞ്ഞ അറിവൊന്നും അല്ല, ക്വാളിഫിക്കേഷൻ അല്ല നമ്മൾ നോക്കുന്നത്, മെയിൻ ആയിട്ട് ആറ്റിറ്റ്യൂഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർസു എന്ന് പറഞ്ഞ എന്റെ ഈ അടുത്ത കുഞ്ഞിനെ ഞാൻ അവരിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അതിനെ ഒന്ന് കുഞ്ഞിനെ പോലെ നോക്കാൻ കഴിയുന്ന ഒരു മനസ്സ് മാത്രം മതി. അല്ലാതെ ബേക്കർമാർക്ക്, എക്സെപ്റ്റ് ബേക്കേഴ്സ്, ബാക്കി എല്ലാവർക്കും തന്നെ സ്കില്ല് വേണോ നിർബന്ധമില്ല, നമ്മൾ പഠിപ്പിക്കും. അവർക്കൊരു മൈൻഡ് സെറ്റ് മതി, ഞാൻ പഠിച്ചെടുക്കാൻ ഓക്കെയാണ്, എനിക്കിത് എന്റെ സ്ഥാപനമാണ്, അല്ലാതെ ആരതിയുടെ സ്ഥാപനമൊന്നല്ല, അവരുടെ സ്ഥാപനമാണ്, അവരവരുടെ ഉഷാറായിട്ട് അവരുടെ വീട്ടിലല്ലേ അവരുടെ ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് കാണിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. ശരി, അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് അതെ, അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരട്ടെ, ഒരുപാട് പേര് വരട്ടെ, അർസു കുടുംബം വലുതാകട്ടെ. ആരതി പറഞ്ഞതുപോലെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള മുന്നോട്ട് പോക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഒരുപാടുള്ള മേഖലയാണ്. എന്താണ് നമ്മൾ മുഖമുദ്രയായി വെക്കുന്നത് അർസു?
അസു നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമുക്ക് ഒരു കേക്ക് ആയാലും ഒരു മധുരമായാലൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. ഈ ഒരു മധുരമാണല്ലോ എന്ന് വെച്ചാൽ ഷുഗർ കട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇനി വയസ്സായിട്ടുള്ള നമ്മുടെ പേരൻസ് ഉണ്ട് ഷുഗർ ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ ഇപ്പൊ ജിമ്മിന് പോകുന്ന എല്ലാവർക്കും തന്നെ ഒരു മധുരം കഴിക്കുമ്പോൾ അയ്യോ ഇത് മധുരം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് ഫുൾ. അതിന് മാറ്റം വരുത്താനായിട്ട് നമ്മൾ കുറെ ഇന്നോവേഷൻസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഫസ്റ്റ് കുക്കീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്തി കുക്കീസ്, ഹെൽത്തി മില്ലറ്റ് ടൈപ്പ് ഓഫ് കുക്കീസ് ഒക്കെ കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാൻ. എന്ന് വെച്ചാൽ അത് കഴിച്ചാലും ഹെൽത്തി ആണ്. റാഗി, ഓട്സ്, ജീരകം, പിന്നെ എള്ള് ഇതൊക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ്. അതിന്റെ വേറെ പല കൂടുതലുള്ള ഇന്നോവേഷൻസിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അടുത്തൊരു ഫ്യൂച്ചർ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2025 നമ്മൾ കയറിയത്. അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങളും നേട്ടങ്ങളും ഒക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മുടെ അവാർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മധുരം അതുകൂടി ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം. ഏറ്റവും പ്രായം കുറഞ്ഞ 4 ബ്രാൻഡഡ് കേക്ക് ഷോപ്പുകൾ ഉള്ള ആൾ അല്ലെ, അതാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ, മറ്റ് അവാർഡുകളെ കുറിച്ച് കൂടി? അതെ, മറ്റേ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവമായിട്ട് നമുക്ക് കൊണ്ടുതരുന്നതാണ് ഓരോന്നും. അപ്പൊ ആദ്യം എനിക്ക് കിട്ടിയത് വ്യവസായ വകുപ്പിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മുടെ വ്യവസായ ബെസ്റ്റ് ഓൺട്രപ്രണർ അവാർഡ് 2022-23 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐക്കോണിക് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് രംഗത്ത്. പിന്നെ നമുക്ക് നെഹ്റു അവാർഡ് 2024 കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പിന്നെ കുറെ ആദരവുകൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതും ഈ ഒരു 4 ഷോപ്പ് തുടങ്ങിയത് തന്നെ കിട്ടിയതില്. ഓക്കെ, നമ്മുടെ പ്രത്യേകതകൾ കൂടി പറയണം. ഇപ്പൊ ഒരു പ്രത്യേകത പറഞ്ഞു, നമ്മൾ ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന രീതിയിൽ ഉള്ള ഗിൽറ്റ് ഫീൽ ചെയ്യാത്ത രീതിയിൽ കഴിക്കാവുന്ന രീതിയിലുള്ള കേക്ക് ഉണ്ടാക്കുന്നു, കുക്കീസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കേക്ക് ബേക്കിംഗ് രംഗത്ത് ഇപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറെ പൊടിക്കൈകളൊക്കെ വേണ്ടി വരുമല്ലോ. ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? 4 ആരത് തന്നെ ഓടി നടന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അല്ലെ? ഇല്ല, ഞാൻ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ കട ഞാൻ പോവാറുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ എപ്പോഴും പോയി അവിടെ നിന്ന് ക്യാഷ് നോക്കി അങ്ങനെ ഒരു ഇതല്ല. നമ്മൾ അടുത്ത ഇംപ്ലിമെന്റേഷൻ ഇന്നോവേഷൻസ് കാര്യങ്ങളായിട്ട് തന്നെയാണ് നമ്മുടെ കടയെ നമ്മുടെ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിശ്വാസമുള്ളവരാണ് അവര്. പോവും കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ അതിൻ്റെതായ ആൾക്കാർ സിസ്റ്റംസും റൂൾസും റെഗുലേഷൻസും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഷോപ്പിനുണ്ട്. ഒന്നാമത്തെ മെയിൻ പ്രത്യേകത നമുക്ക് ലൈവ് കേക്കാണ് അസു കേക്സിന്റെ ഷോപ്പിനെല്ലാം തന്നെ. ലൈവ് കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈവ് ഏരിയ ആണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലൈവ് ഏരിയയിൽ നമുക്ക് കണ്ട് തന്നെ കേക്കിന്റെ നമുക്കൊന്നും മറക്കാനില്ല. അവിടെ നമുക്ക് കണ്ട് ഐസിങ്ങും കുഞ്ഞിങ്ങും എല്ലാം കണ്ട് തന്നെ കേക്ക് എടുത്തുകൊണ്ട് പോവാം. പിന്നെ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ലൈവ് കേക്ക് ഫ്രഷ് ആയിട്ട് ചെയ്തു കൊടുക്കും. അപ്പൊ ഓൾറെഡി നമുക്ക് അല്ലാതെ തന്നെ കേക്ക്സ് ആൻഡ് ഡെസേർട്സും കൗണ്ടറിലുണ്ട്. പക്ഷെ ഒരു കസ്റ്റമറിന് വരുമ്പോൾ അതല്ല, അവർക്ക് വേറൊരു കേക്ക് വേണമെങ്കിലും നമ്മൾ ലൈവായിട്ട് തന്നെ അരമണിക്കൂറിനുള്ളിൽ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ വേറൊരു പ്രത്യേകത നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമൈസേഷൻ ആണ്. കസ്റ്റമർ ഏത് ഒരു മോഡൽ കൊണ്ടുവന്നാലും അത് നമ്മൾ അതേപോലെ ചെയ്തു കൊടുക്കും. അത് ഏത് മോഡൽ ആയിക്കോട്ടെ, അതിന് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബേക്കേഴ്സ് അതിനായിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്ത് ഉണ്ട് നമ്മുടെ നിലവിലത്തെ ഷോപ്പുകളിലുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്സ് കാണിക്കാം, അല്ല അവരുടെ ഡിസൈൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് ഡെലിവറി സർവീസസ് ഉണ്ട്. കസ്റ്റമറിന് കടയിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ വീട്ടിൽ ഇരുന്നാൽ പോലും ഒരു 20 കിലോമീറ്റേഴ്സ് അറൗണ്ട് നമ്മുടെ ഈ 4 ഷോപ്പിൽ നിന്ന് 20 കിലോമീറ്റേഴ്സ് അറൗണ്ട് ഡെലിവറി നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ കാണുന്നത് ഈ 5 വർഷമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആ വീട്ടിൽ ഞാൻ ചെയ്തു കൊടുത്തപ്പോ ഹോം ബേക്കറായിട്ട് ചെയ്തു കൊടുത്തപ്പോൾ ഉള്ള റെസിപ്പി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഒരു കടയായിട്ട് വരുമ്പം ഒരിക്കലും അങ്ങനെ അല്ല. കടയാകുമ്പോൾ ബൾക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളും വരും, പല പല ഡീലേഴ്സും കാര്യങ്ങളും വരും. നമ്മൾ സ്റ്റിക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഒരു പ്രൊഡക്ട്സിനും തന്നെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം നമുക്ക് തന്നെ അറിയാം, മാർക്കറ്റിൽ നിന്ന് നമ്മളിപ്പോ ഒരു ബട്ടറോ ക്യാരറ്റോ ഒക്കെ കേക്കുകൾ ഡ്രൈ കേക്ക്സ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു 2 months 3 months വരെ ഷെൽഫ് ലൈഫ് ഉള്ള കേക്ക്സ് കാണാം. പക്ഷെ നമ്മുടെ ഈ ഷോപ്പുകളിലൊന്നും തന്നെ അത്രയും ഷെൽഫ് ലൈഫ് ഉള്ള പ്രൊഡക്ട്സ് ഇല്ല. നമുക്ക് 5 ദിവസമൊക്കെ ലൈഫ് ഉള്ളൂ കേക്ക്സിന്. അതിപ്പോ ഫ്രഷ് ക്രീം കേക്ക് ആയിക്കോട്ടെ,
ഫ്രഷ് ക്രീം കേക്സിനൊക്കെ 3 ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ ഇല്ലാത്ത ബാക്കി എടുത്തോണ്ട്. ചിലര് ബാക്കി ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇന്നും സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മുടെ കയ്യിൽ ഈ പർട്ടിക്കുലർ പ്രൊഡക്ട്സുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലോയൽറ്റി കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവർ തന്നെയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. അവരുണ്ടായോണ്ടാണ് നമുക്ക് ഓരോ ഷോപ്സ് ആയിട്ട് ഇങ്ങനെ വരാനും കാരണം. അപ്പം അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കേക്സിലായാലും എല്ലാം നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രഷ് ക്രീം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് നമ്പർ 1 ക്രീമാണ് നമ്മൾ കേക്ക് ഐസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അതിൽ ഓരോ നട്ട്സ് ആയാലും എല്ലാം നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ പെട്ടെന്ന് വിചാരിക്കും ഇതെന്താണ്, പരസ്യമാണോ, ഞാൻ ആരതിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? ഒന്നുമല്ല. ഈ പ്രത്യേകതകളൊക്കെ പറഞ്ഞതും ഈ പ്രതിസന്ധികളെ കുറിച്ചൊക്കെ സംസാരിച്ചതും, നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ, എവിടെയെങ്കിലും തട്ടി നിൽക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീക്കി മുന്നോട്ട് പോകാനാണ് ഇത്തരത്തിൽ വിജയിച്ചവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആരതി ഒരുപാട് വളരാൻ കഴിയട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് പേരിലേക്ക് ഇനിയും എത്തിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.